തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ വലിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇല്ലാത്ത ആൾക്കാരുടെ പേരിൽ വരെ, അതായത് വീട്ടുകാർ പോലും അറിയാത്ത തരത്തിലുള്ള ഈ അഡീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ള ഈ ഒറ്റ മണ്ഡലത്തിൽ മാത്രമായിട്ടായിരിക്കും കോൺഗ്രസ് ഇതിന് കേരളം ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പരിശോധന നടത്തും. തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു വളരെയേറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ സമ്മേളനത്തിന് ശേഷം വെളിപ്പെടുത്തുന്നത്. കാരണം ജനങ്ങളിൽ ആകമാനം ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 6 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം കോളുകളാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായത്. അപ്പോൾ ജനങ്ങൾ വളരെ ജാഗ്രതയായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ടെന്നതാണ് സത്യം. തൃശ്ശൂരിലെ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞു അത് സുരേഷ് ഗോപിയുടെ വീട്ടിൽ, ഇന്നിപ്പം വേറൊരു വീട്ടമ്മ പറഞ്ഞിരിക്കുന്നത് ഫ്ലാറ്റിൽ ഇല്ലാതെ 6 വോട്ട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ കേരളം പോലുള്ള നാട്ടിൽ പോലും ടാർഗറ്റഡായിട്ട് ഒരു തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ട് ഈ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഗവൺമെൻറ് അക്കാര്യത്തിൽ അന്വേഷിക്കണം. കേരള ഗവൺമെൻറ് എന്താ മിണ്ടാതിരിക്കുന്നത്? ഇത്രയും ഉണ്ടായിട്ടും ആകെ പ്രതികരിക്കാത്ത ഒരാൾ കേരള മുഖ്യമന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും പ്രതികരിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സ്വഭാവമല്ലേ ബേസിക്കലായിട്ട്. പിന്നെന്താണ് ഡെമോക്രസിയുടെ ഒരു ആവശ്യം എന്താണ്? കർണാടക സർക്കാർ ഒരു അന്വേഷണത്തിന് അവിടെ ഉത്തരവിട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ തൃശ്ശൂർ സംഭവം അല്ല, അവരന്വേഷിക്കേണ്ടതാണ്, സംശയമില്ല ഇക്കാര്യത്തിൽ. പിന്നെ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെയൊക്കെ തന്നെ എങ്ങനെയാണ് സമീപിക്കുന്നത്? വരട്ടാനാണ് നോട്ടീസ് അയക്കുക. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ തെളിവ് സഹിതം പറഞ്ഞാൽ നോട്ടീസ് അയക്കുക. നോട്ടീസ് അയച്ച് വരട്ടാൻ അതെന്താ? ഇലക്ഷൻ കമ്മീഷൻ സഹോദര, രാഹുൽജിയുടെ നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കണം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആ വീഡിയോ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? ഫോം 6 എന്തിനാണ്? ന്യൂ വോട്ടർമാരെ ചേർക്കുന്നതാണ്. അതിൽ 70 വയസ്സ് കഴിഞ്ഞ ശകുൻ റാണി ഒരു ബൂത്തിൽ 2 ആ വോട്ടർ പട്ടികയിലുണ്ട്. ഞങ്ങളുടെ BLA ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽജി. അത് 2 വോട്ട് ചെയ്തിട്ടുണ്ട്. ആ BLA ടിക്ക് ചെയ്തതാണ് അവിടെ കാണിച്ചത്. അത് ഇലക്ഷൻ കമ്മീഷൻ രേഖകളിൽ നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയാണത്. അവർ കൊടുത്ത വോട്ടർ പട്ടികയിലാണ് 2 പേരുള്ളത്. ആ പേരിൽ ഞങ്ങളുടെ BLA ടിക്ക് ചെയ്തതാണ് ആ 2 ടിക്ക്. ഇതിൽ ഗൗരവതരമായ ആ കാര്യം മാത്രമാണോ രാഹുൽ ഗാന്ധി ചോദിച്ചത്? രാഹുൽ ഗാന്ധി ചോദിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 12,000, ഒരു മണ്ഡലത്തിൽ 12,000 ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, 4 വോട്ടുള്ള ആളുടെ പേരിനെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ മേൽവിലാസം ചോദിച്ചാൽ 0, വീട്ടിൻ്റെ പേര് ചോദിച്ചാൽ 0. മാത്രമല്ല അച്ഛൻ്റെ പേര് XYZWCD. ഇങ്ങനെ എത്ര വോട്ടുകൾ? ആ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയല്ല, അവർ നിഷേധിക്കട്ടെ. ആ വോട്ടർ പട്ടിക ഞങ്ങളുടെ വോട്ടർ പട്ടികയല്ലാന്ന് അവർ നിഷേധിക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അത് പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ട് പേടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ തെറ്റായ കാര്യമാണ്. അത് ഞങ്ങളതല്ല ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ ഇത്തരം സംശയകരമായിട്ട് വിജയമുണ്ടെന്ന് തോന്നുന്ന മണ്ഡലങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ എന്തായാലും KPCC ഗൗരവതരമായിട്ടെടുത്ത് പാർട്ടി അത് പരിശോധിക്കും. അവിടുത്തെ വോട്ടർ പട്ടികയുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി എവിടെയൊക്കെ ഇതുപോലെ വ്യാജ വോട്ടർമാരുണ്ടായിട്ടുണ്ടെന്നത് പരിശോധിക്കും. അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇപ്പം ഉത്തർപ്രദേശിലെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് വാരാണസി അദ്ദേഹം നോക്കുന്നു. നോക്കട്ടെ. കർണാടകയിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട അത്തരത്തിലേക്ക് എന്തെങ്കിലും അല്ല, അത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അവർ ഇന്നലെ അതിനെക്കുറിച്ച് ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അവർ സംസാരിക്കും. ബംഗളൂരുവിലെ ഈ നമ്മൾ തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ കൃത്യമായി തന്നെ ഇത് വ്യക്തമായിട്ടുണ്ട്. ശരിക്കും അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്. നിങ്ങൾ മാത്രമല്ല സഹോദര, ഇന്ത്യ ടുഡേ നടത്തിയിട്ടുണ്ട്, മറ്റു പല ചാനലുകൾ നടത്തിയിട്ടുണ്ട്, എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ലഭിക്കുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അവർ ലഭിക്കുമല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ. ഇതാണ് നടക്കുന്നത് ഇന്ത്യ രാജ്യത്ത്. ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതിനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പരിപൂർണമായി കൂട്ടുനിൽക്കുകയാണ്. ഇത് അന്വേഷിക്കുന്നില്ല. ഇത് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉയരാനേ പാടില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നത്.
മനസ്സിലായില്ലേ? ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ വരാനേ പാടില്ല. എനിക്ക് പോകണം. ഇന്നത്തെ പ്രതിഷേധം 11:30 മണിക്ക് ഞങ്ങൾ പാർലമെൻറ്റിൽ നിന്ന് ആരംഭിക്കും. ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 30 പേർക്ക് കാണാം. 30 പേരെ അല്ലല്ലോ ഞങ്ങൾ എം പിമാരെല്ലാവരും കാണണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ അക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് രാവിലെ ഞങ്ങൾ ആലോചിക്കും. ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ബിജെപിക്ക് അസ്വാഭാവികമായ വോട്ട് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നിലും അല്ല, ഞങ്ങൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കാര്യത്തിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 33,000-ഓളം വരുന്ന ഡബിൾ വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് മനസ്സിലാക്കിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റായ ലിജുവാണ് സമീപിച്ചത്. അതിന് അന്നേരം ഹൈക്കോടതിക്ക് പറഞ്ഞത് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡയറക്ഷൻ കൊടുക്കുക ചെയ്തത് അത് ഉറപ്പുവരുത്തണമെന്ന്. അപ്പോൾ അവിടെ ഞങ്ങൾ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു.